കണ്ണൂർ ജില്ലയിൽ SSLC +2 പരീക്ഷകളിൽ ഉന്നത വിജയം നേടിയ വിദ്യാർത്ഥികളെയും സ്കൂളുകളെയും ജില്ലാ പഞ്ചായത്ത് ആദരിക്കുന്നു. 3 മേഖലകളായി തിരിച്ചാണ് അനുമോദനം ഏർപ്പെടുത്തുകയെന്ന് പ്രസിഡന്റ് അഡ്വക്കേറ്റ് ബിനോയ് കുര്യൻ വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു. മികച്ച വിജയമാണ് കണ്ണൂർ ജില്ല ഇക്കുറിയും നേടിയത്. ജില്ലാ പഞ്ചായത്ത് നടപ്പാക്കിയ സ്മൈൽ പോലുള്ള പദ്ധതികൾ വിജയത്തിൽ നിർണായകമായെന്നും ബിനോയ് കുര്യൻ പറഞ്ഞു. SSLC ഹയർ സെക്കൻഡറി VHC പരീക്ഷകളിൽ കണ്ണൂർ ജില്ലയ്ക്ക് ഇത്തവണയും മികച്ച വിജയം നേടാനായിട്ടുണ്ടെന്ന് ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് അഡ്വക്കേറ്റ് ബിനോയ് കുര്യൻ പറഞ്ഞു. 100% വിജയം കൈവരിച്ച സ്കൂളുകളെയും എല്ലാ വിഷയത്തിലും A+ നേടിയ വിദ്യാർത്ഥികളെയുമാണ് ജില്ലാ പഞ്ചായത്ത് ആദരിക്കുന്നത്. ഇതിനായി 3 വിദ്യാഭ്യാസ ജില്ലാ പരിധിയിലും വിജയോത്സവങ്ങൾ സംഘടിപ്പിക്കും. ജില്ലയിൽ 138 സ്കൂളുകൾ SSLCയിൽ 100% വിജയം കരസ്ഥമാക്കി. 3068 കുട്ടികൾ മുഴുവൻ വിഷയത്തിലും A+ വിജയവും നേടി. ഹയർ സെക്കൻഡറിയിൽ 80.95% വിജയം. 2878 കുട്ടികൾ മുഴുവൻ വിഷയങ്ങളിലും A+ നേടുകയും ചെയ്തു. ജില്ലയിലെ 3 ഹയർ സെക്കൻഡറി സ്കൂളുകൾ 100% വിജയവും നേടിയിട്ടുണ്ട്. 19 VHC സ്കൂളുകളിൽ നിന്നായി 66.82% പേർ വിജയിച്ചു. 9 പേർക്ക് മുഴുവൻ വിഷയത്തിലും A+ ലഭിച്ചു. +2 പരീക്ഷയിൽ 1200 മാർക്കും വാങ്ങിയ 9 പേർ ജില്ലയിലുണ്ട്. അവരെയും ആദരിക്കും. ജൂൺ 5 മുതൽ വിവിധ കേന്ദ്രങ്ങളിൽ സബ് ജില്ലകളെ അടിസ്ഥാനമാക്കിയാണ് അനുമോദന ചടങ്ങുകൾ സംഘടിപ്പിക്കുക. പരിപാടിയുടെ ജില്ലാതല ഉദ്ഘാടനം വെള്ളിയാഴ്ച രാവിലെ 10 മണിക്ക് കണ്ണൂർ ദിനേശ് ഓഡിറ്റോറിയത്തിൽ രാജ്യസഭാംഗം ഡോക്ടർ ജോൺ ബ്രിട്ടാസ് നിർവഹിക്കുമെന്നും ബിനോയ് കുര്യൻ പറഞ്ഞു. വിവിധ കേന്ദ്രങ്ങളിലായിട്ടാണ് വിജയോത്സവം സംഘടിപ്പിക്കുന്നത്. അപ്പോൾ അതിൻ്റെ ജില്ലാതല ഉദ്ഘാടനം ജൂൺ 5 രാവിലെ 10 മണിക്ക് ദിനേശ് ഓഡിറ്റോറിയത്തിൽ വെച്ച് ബഹുമാനപ്പെട്ട രാജ്യസഭാ അംഗവും മാധ്യമപ്രവർത്തനവുമായിട്ടുള്ള ശ്രീ ജോൺ ബ്രിട്ടാസ് നിർവഹിക്കുന്നു. 2878 കുട്ടികളാണ് ഹയർ സെക്കൻഡറി ഫുൾ A+ നേടിയിട്ടുള്ളത്. SSLCയിൽ A+ നേടിയിട്ടുള്ളത് 3068 കുട്ടികളാണ്. VHSCയിൽ 9 കുട്ടികൾ. അപ്പോൾ ഇത്രയധികം കുട്ടികൾ എല്ലാ വിഷയങ്ങൾക്കും A+ നേടിയിട്ടുണ്ട്. ഇവരെല്ലാം ഒന്നിച്ചൊരു സ്ഥലത്ത് വിളിച്ചേർക്കാൻ വേണ്ടി സാധിക്കില്ല. അതുകൊണ്ട് ഞങ്ങൾ തീരുമാനിച്ചിട്ടുള്ളത് 100% വിജയം നേടിയ സ്കൂളുകൾ 138 ഹൈസ്കൂളുകളും 3 ഹയർ സെക്കൻഡറി സ്കൂളുമാണ് 100% വിജയം നേടിയിട്ടുള്ള സ്കൂളുകൾ. അപ്പോൾ അവരെ ആ സ്കൂളുകളെയും അതുപോലെ തന്നെ കണ്ണൂർ വിദ്യാഭ്യാസ ജില്ല, നമ്മുടെ ജില്ലയിൽ 3 വിദ്യാഭ്യാസ ജില്ലകളാണുള്ളത്: തലശ്ശേരി, കണ്ണൂർ, തളിപ്പറമ്പ്. അതിൽ കണ്ണൂർ വിദ്യാഭ്യാസ ജില്ലയിൽ വരുന്ന ഫുൾ A+ നേടിയിട്ടുള്ള വിദ്യാർത്ഥികളെയും കണ്ണൂർ ദിനേശ് ഓഡിറ്റോറിയത്തിലേക്ക് ക്ഷണിക്കണമെന്നാണ് നിശ്ചയിച്ചിട്ടുള്ളത്. ജില്ലാ പഞ്ചായത്ത് ഇത്തരം വിജയോത്സവം സംഘടിപ്പിക്കുന്നത് നമുക്കറിയാം. ജില്ലാ പഞ്ചായത്ത് കഴിഞ്ഞ വർഷങ്ങളായി നടപ്പിലാക്കി വരുന്ന സ്മൈൽ വിദ്യാഭ്യാസ പദ്ധതി ജില്ലയുടെ പഠന നിലവാരം ഉയർത്തുന്നതിൽ വലിയ സഹായം ഉണ്ടായിട്ടുണ്ട്. കണ്ണൂർ നോർത്ത്, കണ്ണൂർ സൗത്ത്, പാപ്പിനിശ്ശേരി സബ് ജില്ലകൾ കേന്ദ്രീകരിച്ചാണ് കണ്ണൂരിലെ വിജയോത്സവം നടക്കുക. ജൂൺ 6 3 മണിക്ക് കണിയഞ്ചാൽ ഹയർ സെക്കൻഡറി സ്കൂളിൽ തളിപ്പറമ്പ് നോർത്ത് സബ് ജില്ലയിൽപ്പെട്ടവർക്കും 8 രാവിലെ 10 മണിക്ക് ചെറുകുന്ന് ഗവൺമെൻറ് ഗേൾസ് ഹയർ സെക്കൻഡറി സ്കൂളിൽ മാടായി സബ് ജില്ലയിൽപ്പെട്ടവർക്കും ആദരവൊരുക്കും. 8 3 മണിക്ക് കാങ്കോൽ ആലപ്പടമ്പ് പഞ്ചായത്ത് ഓഡിറ്റോറിയത്തിൽ പയ്യന്നൂർ സബ് ജില്ലയിൽപ്പെട്ടവർക്കും 9 രാവിലെ 10 മണിക്ക് കതിരൂർ ഗവൺമെൻറ് ഹയർ സെക്കൻഡറി സ്കൂളിൽ തലശ്ശേരി ചൊക്ലി സബ് ജില്ലകളിലെയും 3 മണിക്ക് മയ്യിൽ ഗവൺമെൻറ് ഹയർ സെക്കൻഡറി സ്കൂളിൽ തളിപ്പറമ്പ് സൗത്ത് ഇരിക്കൂർ സബ് ജില്ലകളിലെ വിജയോത്സവവും നടക്കും. 12 രാവിലെ 10 മണിക്ക് ഇരിട്ടി മട്ടന്നൂർ സബ് ജില്ലകളിലെ പരിപാടി ഇരിട്ടി താന്തോട് സെൻറ് ജോസഫ് പാരിഷ് ഹാളിലും കൂത്തുപറമ്പ് പാനൂർ സബ് ജില്ലകളിലെ പരിപാടി കോട്ടയം മലബാർ ഗവൺമെൻറ് ഹയർ സെക്കൻഡറി സ്കൂളിലും നടക്കും. ത്രിതല പഞ്ചായത്തിൻ്റെയും നഗരഭരണ സ്ഥാപനങ്ങളുടെയും അധ്യക്ഷന്മാർ ഉൾപ്പെടെ വിവിധ ജനപ്രതിനിധികളും വിജയോത്സവത്തിൽ പങ്കെടുക്കും. ജില്ലാ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് T. ഷബ്ന, വിദ്യാഭ്യാസ ആരോഗ്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ P. രവീന്ദ്രൻ, പൊതുമരാമത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ A. പ്രദീപൻ, ജില്ലാ പഞ്ചായത്ത് സെക്രട്ടറി ടൈനി സൂസൻ, DDE D. ഷൈനി, ജില്ലാ പഞ്ചായത്ത് അംഗം KV ഷക്കീൽ എന്നിവരും വാർത്താസമ്മേളനത്തിൽ സംബന്ധിച്ചു. ന്യൂസ് ബ്യൂറോ, കണ്ണൂർ.